ഹലോ നമസ്കാരം, സ്പീക്കർ സർ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിനെ പറ്റിയാണ്. കോട്ട് സൂട്ടിട്ട് ഈ പരമ ചെറ്റയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അവൻ അങ്ങനെ വിളിക്കണം. വെറു ഊള. ഈ കണ്ണി കണ്ട രാജ്യങ്ങളിൽ നിന്നെല്ലാം പൈസ അടിച്ച് മാറ്റി അവിടുത്തുള്ള ശാസ്ത്രങ്ങൾ അടിച്ച് മാറ്റി തിന്ന് മെഴുകിക്കൊണ്ട് നിൽക്കുന്നൊരു രാജ്യം, യൂസ്ലെസ്സായ രാജ്യം. ആ രാജ്യം നമ്മളെ ഇന്ത്യയെ പറ്റി പറയുകയാണ് നരകതുല്യമായ രാജ്യം എന്നൊക്കെയാണ് പറയുന്നത്. ട്രൂ സോഷ്യലിലൂടെയും പല മാധ്യമങ്ങളിലൂടെയും ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഓക്കെ, ചൈനയും ഇന്ത്യയും മോശപ്പെട്ട രാജ്യങ്ങളാണെന്നൊക്കെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. എന്തോന്നാണ് പല ഡൊണാൾഡ് ട്രംപിൻ്റെ മീറ്റിങ്ങിൽ ഇന്ത്യ ഈസ് ഗുഡ് കൺട്രി, ഇന്ത്യയെ പറ്റി പൊക്കി പറഞ്ഞ് ഇതേ നാക്കുകൊണ്ട് തന്നെയാണ് ഇത് മോശം പറയുന്നത്. ഇതുപോലെ മൂഡ് സിങ്സ് ഉള്ളവന്മാരെ പിടിച്ചൊന്നും പ്രസിഡൻ്റ് ആക്കി വയ്ക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, യവനൊക്കെ മൊത്തം പ്രശ്നമാണ്. ഹോട്ടൽ ഫീൽഡിലൊക്കെ ഈ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ ഗ്യാസ് കിട്ടാനില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം. 5 സ്റ്റാർ ഹോട്ടലും അങ്ങനെയൊക്കെ എത്ര ഹോട്ടൽ അടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഈ കഴിവേറി കാരണം ആണ് പറയുന്നത്. ഇനി യവന്മാർ കാണിച്ച് കുറച്ച് പരിപാടി വെക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. യവന്മാർ കാണിച്ച കള്ളത്തരങ്ങൾ എണ്ണി പറയാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. വെറും കള്ളത്തരം. നമുക്കറിയാമല്ലോ, അവിടെ വെനീസയിൽ എണ്ണ ഒരുപാടുള്ള രാജ്യമാണ് വെനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇഷ്ടം പോലെ അവിടെ നിന്ന് എണ്ണ കിട്ടും. പെട്രോളിനൊക്കെ നല്ല ഒരുപാട് ഇതുണ്ട്. വെനീസിൽ നല്ലതുകൊണ്ട് എണ്ണ കിട്ടും. അപ്പോൾ ആ രാജ്യത്തിന് ഇവർക്ക് എന്തോ ചെയ്യണം? പിടിച്ചെടുക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് കള്ളം പറയണം. എന്ത് പറയണം? അവിടെ ഡ്രഗ്സ് ഉണ്ട് എന്ന് പറയണം. അവിടെ നിന്ന് ഡ്രഗ്സ് കടത്തുന്നുണ്ട് എന്ന് പറയണം. അമേരിക്കയുടെ അയൽ രാജ്യമായ മെക്സിക്കോയിൽ ഡ്രഗ് കടത്താത്ത ആരുമില്ല. ഇഷ്ടം പോലെ ഡ്രഗ് അവിടെ നിന്ന് കടത്തുന്നുണ്ട്. മനസ്സിലായില്ലേ? ആ രാജ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇവരാണ്. എന്നാൽ പിന്നെ ആദ്യം മെക്സിക്കോയ്ക്ക് എന്താണ് ആക്രമണം നടത്താത്ത അന്നത്തെ ആ സമയത്ത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഉന്നതപ്പെട്ട വലിയ വലിയ അമേരിക്കൻ കമ്പനികളും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഒരുപാട്. എന്നാൽ അത് അവർക്ക് നഷ്ടമാവും. മെക്സിക്കോയിൽ കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് നഷ്ടമാകും. മനസ്സിലായില്ലേ? അതാണ് പറയുന്നത്. നരകപ്പെട്ട രാജ്യം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യമാണ് വെനീസക്കാർ ഇവിടെ നിന്ന് കുറേ ഡ്രഗ് നടത്തി. അങ്ങനെ അവസാനം അവിടുത്തെ പ്രസിഡന്റ് തട്ടിക്കൊണ്ട് പോയിട്ട് ശേഷം നാട് കടത്തി. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നമുക്കിതൊരു പങ്കൊന്നും, നമ്മൾ ഡ്രഗ്സൊന്നും അമേരിക്കയ്ക്ക് കടത്താൻ നോക്കുന്നില്ല, നമുക്കിതിലൊന്നും ഡ്രഗൊന്നും നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ മാന്യമായി സംസാരിച്ചു. ഇവർക്ക് വേണ്ട എന്തോന്നാണ്? അവിടുത്തെ എണ്ണ കേന്ദ്രം പിടിച്ചെടുക്കണം. അതിന് വേണ്ടി വെറും ഒരു ഡ്രഗ് എന്ന് പറഞ്ഞ കള്ളത്തരം പറഞ്ഞ് ജനങ്ങളെ ആ രീതിയിൽ ചിന്തിപ്പിക്കാൻ വേണ്ടി നോക്കി. അങ്ങനെ ജനങ്ങളെ പറ്റിച്ച് അവിടെ നിന്ന് പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയി. അവർക്ക് ഡ്രഗ് എന്ന് പറഞ്ഞാൽ എല്ലാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമല്ലോ. അങ്ങനെ മനസ്സിലായില്ലേ? അങ്ങനെ ഇതാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നരകം പിടിച്ച രാജ്യമാണ് പറയുന്നത്. വെറും ചെറ്റ രാജ്യം. ആ പെട്രോൾ എന്ന് പറഞ്ഞാൽ എന്ന് വന്നുകൊണ്ടോ അന്ന് ഇവന്മാർക്ക് തലക്കിലേക്ക് ഒരു കൊടുക്കത്തെ കഴപ്പാണ്. മനസ്സിലായില്ലേ? ഒടുക്കത്തെ കഴപ്പാണ് ഇവന്മാർക്ക്. ആ പെട്രോൾ എന്ന് പറഞ്ഞ സാധനം എന്ന് വന്നോ അന്ന് തൊട്ട് ഇവന്മാർക്ക് കഴപ്പാണ്. ഈ പുറം രാജ്യത്തൊക്കെ താമസിക്കുന്നവർക്കറിയാം. ഇവരൊക്കെ ഈ പറയുന്ന ഡയലോഗൊക്കെ പ്രവാസികൾക്കും പുറത്തുള്ളവർക്കൊക്കെ എത്ര ഒരു മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുമെന്നറിയാം ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ പുറത്തുള്ള ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് എങ്ങനെ അപ്സെറ്റ് ചെയ്യുക അവർ? ഇപ്പം ഞാനിവിടെ അമേരിക്കയിലാണ് പണിയെടുക്കുന്നത് വിചാരിക്കുമോ? അപ്പോൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ രാജ്യക്കാർ നമ്മുടെ ഇങ്ങനെ പെരുമാറുമ്പോൾ നമുക്കിങ്ങനെ ഇരിക്കും. പക്ക റേസിസം കാണിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത പരിപാടി ഡൊണാൾഡ് ട്രംപ് അപരാധം കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്തോന്നാണ്, ഇസ്രായേൽ ഒരു സ്കൂളിൽ നേരെ ആക്രമണം ഉണ്ടായി. നമ്മൾ അറിഞ്ഞൊരു കാര്യമാണ്. ഒരുപാട് കുട്ടികൾ മരിച്ചു പോയി ഇസ്രായേൽ. ആ സമയത്ത് എവിടെ നിന്ന് വന്നു, ആരയച്ച മെസ്സേജാണ്, എങ്ങനെ വന്നതാണെന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഇസ്രായേൽ സംശയിച്ച് കാരണം അങ്ങനെ. കുറേ കഴിഞ്ഞപ്പോൾ ഇറാൻ ഒരു റിസർച്ച് നടത്തിയപ്പോൾ പറഞ്ഞതാണ് ഇത് അമേരിക്കക്കാരാണ് അവിടെ നിന്ന് മെസ്സേജ് ഇട്ടത്. അങ്ങനെയാണ് കുറേ സ്കൂളിൽ നേരെ ആക്രമിച്ച വൃത്തികെട്ടവന്മാർ ഇറാനിലുള്ള സ്കൂളിന് നേരെ കൊച്ചു കുട്ടികൾ
എത്ര കുട്ടികളെന്നറിയാൻ മരിച്ചു പോയി. അതും ചെറിയ 5ഉം 6ഉം വയസ്സുള്ള ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ മരിച്ചു പോയി. അപ്പോൾ അവർ ഇറാൻ ജസ്റ്റ് ഒന്ന് അവിടുത്തെ ഡിഫൻസ് സിസ്റ്റം വെച്ചൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ, മിലിറ്ററി സിസ്റ്റം വെച്ച് നോക്കിയപ്പോൾ ഇത് അമേരിക്കയുടെ മെസ്സേജാണ്. അമേരിക്ക മെസ്സേജ് ഇട്ടിട്ട് വന്ന് പറയുകയാണ്, നമ്മൾ അറിഞ്ഞില്ല, ഇത് നമ്മളെ മെസ്സേജല്ല, നമ്മൾ ഇട്ടതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ നന്മമാരെ ചമഞ്ഞ് നമ്മൾ പൊതുസമൂഹത്തിന് നേരെ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചിട്ട് പോയവന്മാരാണ്. അമേരിക്ക പറഞ്ഞ ഡയലോഗാണ്, നമ്മൾ സമൂഹത്തിന് അവിടെ ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ആളാണ്. ഈ ഇടയ്ക്ക് അവിടുത്തെ ഈ ഇറാനിലുള്ള വംശം വരെ നശിപ്പിച്ച് കളയുന്ന ഡയലോഗ് അടിച്ചാണ് ഡൊണാൾഡ് ട്രംപ്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജനങ്ങളെ നശിപ്പിക്കും, അണുബോംബ് ഇടുമെന്ന് പറഞ്ഞ് ആണ് പക്കാ ഭീഷണി. പണ്ട് ഹിരോഷിമയും നാഗസാക്കിയും ചെയ്ത പോലത്തെ പരിപാടി. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ എത്ര പെട്ടെന്ന് മാറ്റി പറഞ്ഞ് ആലോചിച്ച് നോക്കും നിങ്ങൾ ഈ പറയുന്ന പ്രസ്താവന ഡൊണാൾഡ് ട്രംപിനെ. ഇനി ഇതെല്ലാം പോട്ട് ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് ജസ്റ്റ് കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ച് നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഹോർമോസ് കടലിടുക്കിൽ കൂടെ എണ്ണ എടുക്കാൻ പോണ സമയത്ത് ഇന്ത്യൻ കപ്പൽ നേരെ വെടിവയ്പ് ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അത് ഇറാൻ അറിഞ്ഞിട്ടില്ല. മനസ്സിലായി? ഇറാൻ്റെ ആരും ഡിഫൻസ് സിസ്റ്റം ഒന്നും അറിഞ്ഞിട്ടില്ല. അവിടെ അറിവിലൂടെ അല്ല ഈ പറയുന്ന ഈ ഇന്ത്യൻ ഈ കപ്പലിന് നേരെ വെടിവയ്പ് ഉണ്ടായത്. മനസ്സിലായില്ലേ? ചിന്തിച്ച് നോക്കണം. ഈ ഇടയ്ക്ക് ഉണ്ടായ സംഭവമാണ്. ഇന്ത്യൻ കപ്പൽ നേരെ വെടിവയ്പ് ഉണ്ടായതിൽ ഇറാനൊരു പങ്കുമില്ല എന്നാണ് അവർ പറയുന്നത്. ഇനി ഈ ഇടയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ എടുത്തിട്ട് വരുന്ന സമയത്ത് റഷ്യയിൽ നിന്ന് വരെ ആക്രമണം ഉണ്ടായി ഇന്ത്യൻ കപ്പലിന് നേരെ. അപ്പോൾ റഷ്യക്കാർ എങ്ങനെ ചെയ്യത്തില്ല, കാരണം അവർക്ക് നഷ്ടമല്ലേ. റഷ്യക്കാർ എന്തിനാണ് ഇന്ത്യൻ കപ്പലിന് കയറി വെടിവയ്ക്കേണ്ട ആവശ്യം? മനസ്സിലായില്ലേ? അപ്പോൾ അമേരിക്കക്കാർ അവസാനം ഒളിപ്പോയി നടത്തി അവിടുത്തെ ഇന്ത്യൻ കപ്പൽ നേരെ വെടിവെച്ചിട്ട് ഒളിപ്പോയി നടത്തി. മീൻസ് ആരും അറിയാതെ വന്ന് കിടന്ന് അവിടുത്തെ ഇന്ത്യൻ കപ്പലിന് നേരെ വെടിവെച്ചിട്ട് ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിലടിപ്പിക്കാൻ വേണ്ടി. അതാകുമ്പോൾ ഇന്ത്യക്കാർ ഈ പറയുന്ന പോലെ ഇറാനെ സംശയിക്കും, റഷ്യയെ സംശയിക്കും. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് തമ്മിലടിപ്പിക്കാനുള്ള കൃത്യമായ പ്ലാനിങ്ങിന് ഇവിടെ നടന്നത്. മനസ്സിലായില്ലേ? പിന്നെ നരകം പിടിച്ച കൺട്രി എന്ന് പറയുന്നുണ്ട്. വെറും ചെറ്റ തള്ള, ഞാനൊന്നും പറയണില്ല. നിങ്ങളൊരു കാര്യം വെച്ച് നോക്കണം. ഈ ലോകത്ത് മനസ്സിലായില്ലേ, നാണമില്ലാത്ത എല്ലാം മോഷ്ടിച്ച് കണ്ടവൻ്റെ എല്ലാം മോഷ്ടിച്ച് മോഷ്ടിച്ച് വലിയ സാമ്പത്തിക ശക്തിയായ ഒരു ഇതാണ് അമേരിക്ക എന്ന് പറയുമ്പോൾ നിങ്ങളത് ചിന്തിച്ച് നോക്കണം. അമേരിക്കയിൽ നിന്ന് ഇത്രയും പെട്രോൾ ഡോളർ എന്നൊക്കെ എന്ന് പറയുന്ന സാധനം വന്നുകൊണ്ടാണ് ഈ കിടന്ന് ഇവർക്ക് ഇത്ര കുഴപ്പമില്ലെങ്കിൽ സാധാരണ ഒരു സാമ്പത്തിക ശേഷിയായിട്ടൊക്കെ നിന്നേനെ. ഇത്രയും ഡെവലപ്മെൻറ്റ് അതുകൊണ്ടല്ലേ, പെട്രോൾ ഡോളർ എന്ന് പറഞ്ഞ സംഭവം വന്നുകൊണ്ടല്ലേ. ഇല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ കയറിപ്പോകാൻ പറ്റുമോ? ഇതെല്ലാം പോട്ട് പണ്ട് ഈ പറയുന്ന അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, മനസ്സിലായില്ലേ, സ്വാതന്ത്ര്യമല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ, അത് സ്വന്തമായി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് അമേരിക്ക എന്തോന്ന് വെച്ചാൽ അറിയാം, ഇവർ ചെയ്ത പരിപാടി അവിടുത്തെ ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും വിളിച്ച് കൂട്ടി ശാസ്ത്രശാഖ ഉണ്ടാക്കി. ഈ ശാസ്ത്രശാഖയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇന്ത്യക്കാർ വരും, പാകിസ്ഥാൻകാർ വരും, കംപ്ലീറ്റ് ലോകത്തുള്ള എല്ലാവരും വരും, എല്ലാ ശാസ്ത്രജ്ഞന്മാരും വരും. എന്നിട്ട് ഇവർ അവർ കണ്ടുപിടിച്ച ശാസ്ത്രങ്ങളെ പറ്റിയൊക്കെ അവർ പറയും. പറയുന്നതെല്ലാം കേട്ട് കണ്ട് മനസ്സിലാക്കി എഴുതി വെച്ചിട്ട് എക്സാമ്പിൾ ഇവിടെ ഇന്ത്യയിൽ നിന്നുള്ള പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന സംഭവം പോലും നമ്മളെ വൈദ്യശാസ്ത്രം ഉണ്ടാക്കിയ സംഭവമാണ്. ഇതിനെ വരെ കോപ്പി അടിച്ചാകുമ്പോൾ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, ഇതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ കൃഷികളും കാര്യങ്ങളും എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോയി കംപ്ലീറ്റ് ചെറ്റത്തരം കാണിച്ചിട്ട് എല്ലാം അടിച്ചു മാറ്റി, എല്ലാ ശാസ്ത്രവും അടിച്ചു മാറ്റി കൊണ്ടുപോയ രാജ്യമാണ് ഈ പറഞ്ഞ അമേരിക്ക എന്ന് പറയുമ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീകരമുള്ള ടെററിസ്റ്റ് ആയിട്ടുള്ളൊരു കൺട്രി തന്നെയാണ്, മഹാചെറ്റ കൺട്രി തന്നെയാണ്, എന്നൊരു മാറ്റവും ഇല്ല. ഇത്രയും വൃത്തികെട്ട ചീപ്പ് പരിപാടി കാണിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുമ്പോൾ. മനസ്സിലായില്ലേ? ഇതെല്ലാം പോട്ട് നരകം പിടിച്ച രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ചിന്തിച്ച് നോക്കണം. ഈ പെട്രോൾ ഡോളർ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ കയറിപ്പോയത്. ഈ പറയുന്ന അമേരിക്കയുടെ എല്ലാ തെരുവുകളും നിങ്ങൾ നോക്കിയത്, അവിടുത്തെ തെരുവുകളിൽ കോളനി പ്രദേശങ്ങളൊക്കെ അമേരിക്കയുള്ള എത്രയോ ജനങ്ങൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. എത്രയോ പിള്ളേർക്ക് വീടില്ല, എത്രയോ പേർക്ക് വീടില്ല.
റോഡിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയിലുള്ള റോഡിലൊക്കെ നമ്മൾ ചില സമയത്ത് ഫുട്പാത്തിലൊക്കെ നമ്മൾ അതിന് വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. ഡ്രഗ് അടിച്ച് കൊഞ്ചായി നിൽക്കുന്ന കുറേ എണ്ണമുണ്ട്. ഡ്രഗ് അടിച്ചത് ചെറിയ ഡ്രഗൊന്നുമല്ല, കൂടിയ ഡ്രഗ്, സൂമ്പി ഡ്രഗ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ദേഹത്തിനെ കടിച്ച് മുറിപ്പിച്ച് കൊല്ലിക്കുക. സ്വന്തം ഈ ഡ്രഗ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വന്തമായി നമ്മളെ ദേഹം നമ്മളെ തന്നെ കടിച്ച് തിന്നും. ഇതാണ് പറയുന്നത്. അതുപോലെ സൂമ്പി ഡ്രഗ് എന്ന് പറഞ്ഞ ഈ ഡ്രഗ് അവിടെ മൊത്തം സ്പ്രെഡായിരിക്കുകയാണ് അമേരിക്കയിൽ. ഇഷ്ടംപോലെ ജനങ്ങൾ അവിടെ നിൽക്കുന്ന കാണാം. ഇഷ്ടംപോലെ ഡ്രഗ് അടിച്ച് കിളിയായി കൊഞ്ചായി റോഡിൽ നടുവി കിടക്കുന്നതെല്ലാം ആരാണ്? അമേരിക്കക്കാരാണ്. ഇന്ത്യക്കാരാരുമില്ല അതിൽ. ഇന്ത്യക്കാരുമില്ല, ചൈനക്കാരുമില്ല, എല്ലാം അമേരിക്കക്കാരാണ്. ഇത്രയും ഡ്രഗ് ആയിട്ട് ഇത്രയും ഡ്രഗിന് അടിമപ്പെട്ട ഒരു രാജ്യം വേറെ ഇല്ല ജനതയുള്ള, അതും കൂടിയ ഡ്രഗ്. ഈ ഡ്രഗ്ഗല്ലേ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഈ ഡ്രഗ്ഗാണ് ഇനി ഇന്ത്യയിലോട്ടും മറ്റ് രാജ്യങ്ങളിലോട്ടൊക്കെ വന്ന കാര്യം ആലോചിച്ച് നോക്കും. പ്രത്യേകിച്ച് സൂമ്പി ഡ്രഗ്. അല്ലെങ്കിൽ ഇവിടെ 2K കിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗിൻ്റെ പൊടിയിൽ മണ്ടേ കിടന്ന് കളിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ സൂമ്പി ഡ്രഗ് പോലത്തെ അവന്മാരെ ഡ്രഗൊക്കെ ഇങ്ങ് കൊണ്ടുവന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഇത്രയും ഒരു രാജ്യം, സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പോലും, നിങ്ങൾ ഈ പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവത്തിലൂടെയൊക്കെ ഇവർക്ക് ഒരുപാട് പൈസ കിട്ടും. നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന പകുതി കൂടുതൽ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ, ഇവർക്ക് കിട്ടുന്ന എല്ലാം കംപ്ലീറ്റ്ലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ഓർഡറാണ്. ഇനി ഈ പൈസ കൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയൊരു പോപ്പുലേഷനുള്ള രാജ്യം എന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇവിടെ ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി എത്ര ഫണ്ട് ഇവർക്ക് വേണമെന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പോലും ഇവിടുത്തെ ആൾക്കാർക്ക് വീടില്ലാതെയും പട്ടിണി ഇല്ലാതെയൊക്കെ കിടക്കുന്നതിൻ്റെ അളവ് വളരെ കുറവാണ്, മാക്സിമം കുറവാണ്. അമേരിക്കയിൽ എത്ര പോപ്പുലേഷൻ പോലും ഇല്ല. എന്നിട്ടും അവിടെ വീടില്ലാത്ത ആൾക്കാരുണ്ട്. കോളനി പ്രദേശത്ത് വീടൊന്നും ഇല്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ പൈസയൊക്കെ എവിടെ പോകുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അവിടെയാണ് നമ്മളെ പോയിൻ്റ്. ഇവർക്ക് ഈ കിട്ടുന്ന പൈസയെല്ലാം ഇവർ ചെയ്യുന്ന പരിപാടി ആയുധം ഉണ്ടാക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. വലിയ വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധം ഉണ്ടാക്കാനും ആയുധ നിർമ്മാണത്തിന് വേണ്ടി മാത്രം ഒരുപാട് ഫണ്ട് അങ്ങോട്ട് ഇറക്കുന്ന ഒരു രാജ്യമാണ്. ഒരു രാജ്യം എന്തിനാണ് ആയുധ നിർമ്മാണത്തിന് വേണ്ടി മാത്രം ഫണ്ട് ഇറക്കുന്നത്? എല്ലാ രാജ്യക്കാരും ഫണ്ട് ഇറക്കാറുണ്ട്. ഇന്ത്യ ഫണ്ട് ഇറക്കാറുണ്ട് ആയുധം മിലിറ്ററിക്ക് വേണ്ടി, സാധനങ്ങൾ വാങ്ങാനും, റഷ്യയിൽ നിന്നും എല്ലാം ചൈനയിൽ നിന്നൊക്കെ വെപ്പൺസ് ഇറക്കാൻ വേണ്ടി ഫണ്ട് ഇറക്കാറുണ്ട്, ഫ്രാൻസിൽ നിന്നെല്ലാം. പക്ഷേ നിങ്ങളൊരു കാര്യം വെച്ച് നോക്കണം, ഇന്ത്യക്കാർ എല്ലാം ഒരുപോലെ നോക്കുന്നുള്ളൂ. ഒരു ഹെൽത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ. അത് പോയിട്ട് ഈ പറയുന്ന പോലെ എന്താണ് വീട്, ഈ പാവപ്പെട്ടവരുടെ കാര്യം നോക്കുന്നത് അങ്ങനെ എല്ലാം ഒരു ഈക്വൽ വാല്യൂ ആണ് കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു രാജ്യം മാത്രം വെപ്പൺസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് കയറി വരാൻ നോക്കുന്നതിൻ്റെ ഒറ്റ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കോൺക്രീറ്റ് ചെയ്യണം, പിടിച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഒരുപാട് റോ മെറ്റീരിയൽസ് ഉണ്ട്, നമുക്കറിയാം. ചൈനയിലെന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധം ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽസ് ഇരുമ്പ് വസ്തുക്കൾ, ഒരുപാട് വസ്തുക്കൾ, ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽസ് ഒരുപാടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഓക്കെ, ഈ അമേരിക്കയല്ല ചൈന മാറിപ്പോയി, ചൈന. ഓക്കെ, അപ്പോൾ ഈ ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പവർഫുള്ളായ രാജ്യമാണ്, മനസ്സിലായില്ലേ? പക്ഷേ അമേരിക്ക വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നുള്ള മണ്ണിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവർക്കുള്ളത് ക്വാളിറ്റിയുള്ള സാധനമാണ് മണ്ണിൽ. എക്സാമ്പിൾ ലിഥിയോ തെർമ 5 സാധനം മറന്നു പോയി, ഒരു സംഭവമുണ്ട്, മനസ്സിലായില്ലേ? എക്സാമ്പിൾ പിന്നെ മോഡേൺ മെസ്സൈലൊക്കെ ഉണ്ടാക്കാനുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ്, മെസ്സൈലൊക്കെ ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽസ് ഉള്ളത് അമേരിക്കയുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് റോ മെറ്റീരിയൽസ് ഉണ്ടായിട്ട് കാര്യമില്ല, അത് ക്വാളിറ്റി വേണമെന്നുള്ള കാര്യം അത് അമേരിക്കയുടെ കയ്യിലുണ്ട് ചൈനയെ കാട്ടി, മനസ്സിലായി? പക്ഷേ ഈ ഇലക്ട്രോണിക് സാധനത്തിനും അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സ്പെയർ പാർട്സിനും മറ്റതും മിഷൻസൊക്കെ ഉണ്ടാക്കുള്ളതിനെല്ലാം ചൈന ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അമേരിക്ക എന്ന് പറഞ്ഞിട്ട്, മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഇവർക്ക് തുടക്കം മുതലേ കോൺക്രീറ്റ് ചെയ്ത് കയറാൻ പറ്റി. കാരണം അതുകൊണ്ട് ഇവർക്ക് കോൺക്രീറ്റ് ചെയ്ത് നല്ല അടിപൊളി വെപ്പൺസ് ഉണ്ടാക്കാൻ പറ്റി. ഇവരെ മണ്ണ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇവരെ മണ്ണിൽ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, ഇത്രയും പവർഫുള്ളായ വെപ്പൺസ് ഉണ്ടാക്കുന്നില്ല. നാച്ചുറൽ റിസോഴ്സസ് ഇവരെ മണ്ണിൽ തന്നെയുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. റേസിസം കാണിച്ച്, അപ്പോൾ പച്ചയ്ക്ക് ഇത്ര നിങ്ങളൊരു കാര്യം അടിച്ചു നോക്കണം. ഇതുപോലത്തെ ഒരു ടെററിസം പിടിച്ചൊരു കൺട്രി, ഇറാൻ നിങ്ങൾ പറയും ടെററിസമാണ്, മൊത്തം തീവ്രവാദമാണ് എന്നൊക്കെ പറയും. അതുപോലെ തീവ്രവാദം പിടിച്ച രാജ്യമാണ് അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് പതിയെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ വെളിയിൽ വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഈ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നരേന്ദ്രമോദിയെ പറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാണ് ഉപമിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ, മനസ്സിലായില്ലേ? മൈ ഫ്രണ്ട്.
അതേ നാക്കുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നരകവായിട്ടും രാജ്യമാണെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇതാണ് കാര്യം. ഇപ്പോൾ എന്തോന്നാണ് ഇറാനെ നോക്കി, ഇറാൻ ഇനിയിപ്പോൾ പിടിച്ചെടുക്കണം. അമേരിക്ക വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനെ കുറച്ച് അവരെ ലോക്കൽ സാധനം കൊണ്ടിട്ട് അങ്ങ് പണിഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ അങ്ങ് നശിച്ചു പോകുന്നതാണ്. പൊട്ടന്മാരാണ്, വെറും പൊട്ടന്മാർ. നിനക്ക് തലയ്ക്ക് കോളുണ്ടോ എന്ന് എനിക്കൊന്ന് അറിഞ്ഞൂടെ? കോട്ട സുട്ടിട്ട് അത് പരമാവധി ഇവൻ്റെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഇറാന് ആയുധം കൈമാറാൻ വേണ്ടി ചൈനയുണ്ട്, റഷ്യയുണ്ട് ഒരു സൈഡിൽ കൂടെ. നീയൊക്കെ ഇനി എത്ര വന്ന് അവിടെ മിലിറ്ററി സിസ്റ്റം അടിച്ച് തകർത്താലും അതുപോലെ പൊങ്ങി വരും. മനസ്സിലായില്ലേ? കാരണം ബാക്ക് സപ്പോർട്ടിന് വേണ്ടി റഷ്യയുണ്ട്. റഷ്യയും ചൈനയും കൂടെ ഒരുമിച്ച് ചേർന്ന് നിൽക്കുകയാണ് ഇറാൻ ആയുധം കൈമാറാൻ വേണ്ടി. മനസ്സിലായില്ലേ? അതും കൂടെ ആലോചിച്ച് വേണം ഈ ഡയലോഗ് അടിക്കാൻ. അപ്പോൾ ഈ വലിയ ഡയലോഗ് അടിച്ചല്ലോ, ഇറാൻ അങ്ങ് മൊത്തം നശിച്ചു. ഇറാൻ തോറ്റ് മുട്ടുകുത്തി കഴിഞ്ഞു. വലിയ ഡയലോഗ് അടിച്ചിട്ടൊരു കാര്യമില്ല. പിറ്റേ ദിവസം ആകുമ്പം തന്നെടാ മോനെ എന്ന് പറഞ്ഞ് ഇറാൻ അങ്ങ് വരും. ഇറാൻ വീണ്ടും കുറച്ച് അതങ്ങ് കാണിച്ചിട്ട് പോകും. ഈ കോട്ട സുട്ടിട്ട് ഈ കുണപ്പിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഒരു തേങ്ങ ഇവിടെ നടന്നിട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പം ചെയ്യുന്ന പരിപാടി വെറും ഇപ്പം ചെയ്യുന്ന പരിപാടി ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പം ചെയ്യുന്ന പരിപാടി എന്തോന്ന് അറിയാമോ? അമേരിക്ക നടത്തിയപ്പോഴുള്ള പരിപാടിയാണ്. പാകിസ്ഥാൻ നടത്തിയുള്ള പരിപാടി. പാകിസ്ഥാൻ്റെ അടുത്ത കാലിൽ പിടിച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് പറയണം, എടാ പാകിസ്ഥാൻ ഒരു കാര്യം ചെയ്യ്, നീ നമ്മളെ സഹായിക്ക്, ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുക എന്ന് പറഞ്ഞ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. അതാണ് ഏറ്റവും വലിയ കോമഡി. അങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. കാരണം ഇവർ ഈ പറഞ്ഞ പാകിസ്ഥാൻ അങ്ങോട്ട് അയച്ച ടെസ്റ്റ് മെസ്സേജ് എന്തോ ഇടയ്ക്ക് ലീക്കായി. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു, അങ്ങോട്ട് പറയുന്നുണ്ട്, എന്തോ ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ്റെ അടുത്ത്, ഇറാനും അമേരിക്കയും ഒരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടി അങ്ങോട്ട്. അപ്പോൾ ഇറാൻ പറയണം, നിൻ്റെ സമാധാനം തേങ്ങിയും നമുക്കൊന്നും വേണ്ട, നീ പോടാ മേരി എന്ന് പറഞ്ഞാണ് ഇറാൻ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? നിൻ്റെ സമാധാനം ഒരു തേങ്ങി നമുക്ക് വേണ്ട, നമ്മൾ ചെയ്യുള്ളൂ നമ്മൾ ചെയ്യും, നീ തൊലിക്കുള്ളൂ നീ തൊലി, കോട്ടിട്ട കുണ്ണ എന്ന് പറയണില്ല. അതുപോലെയാണ് ഈ പറയുന്ന പോലെ ഇറാൻ അമേരിക്ക ഊക്കി വിടുന്നത്. മനസ്സിലായില്ലേ? എത്ര പ്രാവശ്യം സമാധാന ചർച്ചയ്ക്ക് നോക്കി പാകിസ്ഥാനെ കൊണ്ടിട്ട്. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഇറാൻ ഒരു ഒറ്റ വ്യക്തിത്വമുണ്ട്, കൃത്യമായ സ്റ്റാൻഡുണ്ട്, എല്ലാം അതിൽ നിന്ന് ഇറാൻ നിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇറാനെ ഞാൻ പൊക്കി പറയുന്നതൊന്നുമല്ല, വെറും തറ കൺട്രിയാണ് ഇറാൻ എന്ന് പറയുന്നത്. വെറും തീവ്രവാദം പ്രോത്സാഹിപ്പിച്ച് ഈ ലോകം നശിപ്പിച്ച് കളയുള്ള ഇതുണ്ട്. പക്ഷേ അമേരിക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലെന്നേ. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വേസ്റ്റുകൾ, ലോകത്തുള്ള രണ്ട് തീവ്രവാദികൾ തമ്മിലുള്ള യുദ്ധം ഇവിടെ നടക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ഇറാനെ പൊക്കി പറയണമെന്നൊന്നുമല്ല. ഇറാനും വെറും തറയാണ്. എത്രയോ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ല? ഇത്രയോ ഇസാബുള്ള എന്ന് പറഞ്ഞ ഒരുപാട് ഇതുണ്ട്, ഇഷ്ടംപോലെ തീവ്രവാദ കേന്ദ്രങ്ങളുണ്ട്. അവർക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നുണ്ട്, നിലനിർത്തുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ലോകം രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ അങ്ങനെ ചെയ്തതെന്ന്. അങ്ങനെയൊന്നുമല്ല. ഇവർക്ക് ഈ ആയുധം ഉണ്ടാക്കാൻ പാടില്ല ഇറാൻ. അതാണ് ഇവരുടെ ലക്ഷ്യം. അത് ഇന്ത്യ ആയിരുന്നാൽ പോലെ. ഇന്ത്യ പണ്ട് ആയുധം ഉണ്ടാക്കിയ സമയത്ത് അബ്ദുൽ കലാമൊക്കെ പണ്ട് ഈ സാറ്റലൈറ്റ് വേണ സമയത്ത് ഈ പറയുന്ന പോലെ എന്തോന്നാണ് അമേരിക്കയുടെ സാറ്റലൈറ്റ് കാണാത്ത സമയത്താണ് കൊണ്ടിട്ട് അണുബോംബ് ഉണ്ടാക്കി യാത്ര സമയത്ത്. അങ്ങനെയാണ് അന്ന് ഇന്ദിരാഗാന്ധി ചെയ്യുന്നുണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? ചിന്തിച്ച് നോക്കണം. ഈ പറയുന്ന അടിയിൽ കൊണ്ടുള്ള ഈ പറയുന്ന പോലെ സാറ്റലൈറ്റിൻ്റെ വ്യൂ എത്താത്ത സ്ഥലത്ത് കൊണ്ടിട്ടാണ് ഇവർ അണുബോംബ് ഉണ്ടാക്കിയത്, അടിയിൽ കൊണ്ടിട്ട്. അപ്പോൾ അതാണ് കാര്യം. അപ്പോഴും ഇന്ത്യക്ക് ഭീഷണി അമേരിക്കയായിരുന്നു. അപ്പം ഒരു രാജ്യം സാമ്പത്തികമായി ഇങ്ങനെ ഗ്രോത്തായി വരുന്നത് കാണുമ്പോൾ ഇവർ പ്രശ്നം ഉണ്ടാക്കും അമേരിക്ക. കാരണം തീവ്രവാദ രാജ്യം അങ്ങനെയാണല്ലോ, അല്ലേ? അങ്ങനെ അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ട് അസുരമായിട്ട് ആയിട്ടുള്ള വൃത്തികെട്ട രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. വേറൊന്നും ഇതിൽ ആരും നന്മമരമൊന്നുമല്ല. പക്ഷേ ഈ അമേരിക്കയുടെ കഴപ്പങ്ങ് തീർന്നു കിട്ടണം. അവൻ്റെയൊക്കെ ഒരു ഹെഡ് വെയിറ്റ് അങ്ങ് തീർന്നു കിട്ടും ഇറാൻ്റെ കൂടെ ചേർന്ന് ഇത്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അതാണ് പറഞ്ഞത്. അമേരിക്കയുടെ അടുത്ത് പച്ചയ്ക്ക് വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ ആക്രമിച്ചു, നമ്മൾ നടത്താനൊന്നും പോകണില്ലെന്ന് പറയുന്നുണ്ട്.
ഇറാൻ്റെ കിടന്ന് കാല് പിടിച്ച് കരയുന്ന കാര്യമൊക്കെ ഈ ലോകം അറിയുന്നില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കുകയൊന്നും വേണ്ട. അമേരിക്ക ഡൊണാൾഡ് ട്രംപിന് അങ്ങനെ ഒരു വിചാരമുണ്ട്. ഈ ഇറാൻ്റെ കാല് പിടിച്ച് കരയുന്ന കാര്യം എന്തോന്നാണ് പാകിസ്ഥാനെ മീഡിയേറ്ററാക്കി നിർത്തിയിട്ട് ഈ പാകിസ്ഥാൻ്റെ കാല് പിടിച്ച് ഈ പറയുന്ന റിക്വസ്റ്റ് കൊടുത്ത് ഇറാനെതിരെ കോംപ്രമൈസ് ഉണ്ടാക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇതാരും അറിയുന്നില്ല എന്നൊന്നും വിചാരിക്കുകയൊന്നും വേണ്ട. എല്ലാവരും അറിയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ വലിയ ലോകത്തെ വലിയ ശക്തിയായ രാജ്യം എന്താ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, റേസിസവും കാണിച്ചിട്ട്. അപ്പോൾ നിങ്ങളെ രാജ്യമാണ് ഏറ്റവും നരകമായിട്ടുള്ള രാജ്യം. അവിടെ നിന്ന് വേണം സോംബി ഡ്രഗുകൾ ഈ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞ് ഈ ലോകം ഇന്ത്യ നശിച്ചു പോകും, മൊത്തം നശിച്ചു പോകും. സോംബി ഡ്രഗ് പോലത്തെ ഡ്രഗുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യ ഇത് സ്പ്രെഡാവും. മനസ്സിലായില്ലേ? ഡ്രഗ് അങ്ങ് വെനീസ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയപ്പോൾ പറഞ്ഞ ഡ്രഗ് എടുത്തുകൊണ്ട് പോയെന്നാണ്. ഇവിടെ ഈ പറഞ്ഞ മെക്സിക്കോയിലൊക്കെ എത്ര ഡ്രഗ്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡ്രഗ് ഇവിടെ ഉണ്ടാക്കുന്ന രാജ്യമാണ്, ഈ കൈമാറ്റം ചെയ്യുന്നതൊക്കെയാണ് ഈ മെക്സിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള രാജ്യമാണ്. മനസ്സിലായില്ലേ? മെക്സിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളും ഡ്രഗിൻ്റെ മണ്ടേ കിടന്ന് കളിക്കുന്ന രാജ്യമാണ്. അവിടെ ഒന്നും തൊട്ടില്ല, ഉടനെ വെനീസയെ പോയിരിക്കണം. മനസ്സിലായില്ലേ? ഇതുപോലത്തെ കൂടിയ സൈസ് ഡ്രഗുകളൊക്കെ കയറ്റി വിട്ട് ഈ പറയുന്ന അമേരിക്കയുടെ ഈ പറയുന്ന ജനത ഇങ്ങനെ ആക്കി വെച്ച് തന്നെ മെക്സിക്കോ ആണ്. എന്നിട്ട് ഒന്നും ചെയ്തില്ല. അതാണ് പറയുന്നത്. അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം പിടിച്ചെടുക്കണം, ഈ ലോകത്ത് ഇവർക്ക് ഒരു മുൻകൈ ഉണ്ടാവണം, അതിന് വേണ്ടി ചെയ്യും എല്ലാം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയും, ഇന്ത്യ പെട്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും നരേന്ദ്രമോദി എന്ന് പറഞ്ഞ അമേരിക്കയുടെ കാലിനടി കിടക്കുകയാണെന്നൊക്കെ പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, നരേന്ദ്രമോദിയുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രത്യേകിച്ച് പെട്ടെന്ന് എടുത്ത് തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നതൊന്നും നല്ല ഉപകാരമുള്ള സാധനമൊന്നുമില്ല, കൃഷി സാധനങ്ങളാണ് കൂടുതലും. അപ്പോൾ പിന്നെ പറഞ്ഞ കാര്യമില്ലല്ലോ. അങ്ങ് അമേരിക്ക, ജപ്പാൻ, കൊറിയ അങ്ങനത്തെ അവിടെ നിന്നൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കൂടുതലും നല്ല അടിപൊളി ടെക്നോളജിയും കാറിൻ്റെ സ്പെയർ പാർട്സും, ചൈനയ്ക്ക് ആണെങ്കിൽ കാറിൻ്റെ സ്പെയർ പാർട്സും നല്ല കാറിൻ്റെ ഇലക്ട്രോണിക് സാധനങ്ങളെന്നൊക്കെ പറയാം. വേറെ ഏത് രാജ്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും കൃഷി സാധനമല്ലേ. കൃഷി സാധനമൊക്കെ വേണമെങ്കിൽ അവരെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മറ്റേ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഈ പറയുന്ന പോലെ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ചെയ്ത് ഈ പറയുന്ന പോലെ അവർക്ക് കൃഷിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഏലക്ക, ജീരകം ഇതെല്ലാം അവർക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റും. ഒരു പ്രത്യേക ടെക്നോളജി യൂസ് ചെയ്താൽ അവർക്കെല്ലാം ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് പറഞ്ഞത്, ലോകത്തിന് മുഴുവൻ കള്ളം പറഞ്ഞ് പറ്റിച്ച് അടിയുണ്ടാക്കിപ്പിച്ച് ഇത്രയും പ്രശ്നം ഇതാണ്. അപ്പം പവർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്, പവർ കൈ വന്നു കഴിഞ്ഞാൽ ഇതാണ് കാര്യം. അതാണ്. ഇനിയിപ്പോൾ ചൈന കയറി വരും. നോക്കി, ചൈന, ഇന്ത്യ, റഷ്യ. ഞാൻ വാസ്തുപുരുഷ തത്വത്തെ പറ്റിയൊരു കാര്യം പറഞ്ഞു. ചൈന, റഷ്യ, ഇന്ത്യ ഈ 3 രാജ്യങ്ങളും ഒന്നാകുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ആയിരിക്കും, ഒരു മാറ്റവും ഇല്ല. ഇപ്പോൾ ശത്രുക്കളാണെന്ന് നിങ്ങൾ പറയുമെങ്കിൽ പോലും ചൈന, റഷ്യ, ഇന്ത്യ 3 രാജ്യങ്ങളും മച്ചം കമ്പനിയാകും. മനസ്സിലായില്ലേ? ഈ അമേരിക്ക ഇനി നടക്കാൻ പോയി 2032 ശേഷം അതിന് ആ ഗ്യാപ്പിന് നടക്കാൻ പോകുന്ന ഒരു വലിയൊരു ഇതാണ്, ഡൈവേർഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിവൈഡ് ആയിക്കൊണ്ടിരിക്കും. ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് ഫോം ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ, റഷ്യ, ചൈന എന്ന് പറഞ്ഞ ഒരു ഒറ്റ മച്ച കമ്പനി, വേറെ അപ്പുറത്തൊരു ഗ്രൂപ്പ്, ബ്രസീൽ, ഇന്ത്യ, അങ്ങനെയൊക്കെ, ബ്രസീൽ, അമേരിക്ക, അങ്ങനത്തെ അതുപോലത്തെ രാജ്യങ്ങൾ. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ അവർക്കൊരു വിഭജനം മൊത്തത്തിലുണ്ടാകും, ഒരു ചേഞ്ച് ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. 2032 ഇടയ്ക്ക് ഈ സംഭവം ഉണ്ടാകും. മനസ്സിലായില്ലേ? അതിനിടയ്ക്ക് തന്നെ അമേരിക്കയുടെ അഥവാ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അമേരിക്ക ഫെയിലിയർ ആകും, മൊത്തം ഇപ്പം തന്നെ തൊഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി കുറച്ചും കൂടെ ആകുമ്പോൾ നല്ല രീതിക്ക് ഫെയിലിയർ ആകും അമേരിക്ക. മനസ്സിലായില്ലേ? ഇറാൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരും, ഇല്ലെങ്കിൽ ഈ ലോകത്തിന് മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരും അമേരിക്ക മൊത്തം. അങ്ങനെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അമേരിക്ക ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഒരു രാജ്യവും ഇല്ല. അമേരിക്ക ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഒറ്റയ്ക്ക് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ബ്രിട്ടൻ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ബ്രിട്ടന് കുറേ കെഞ്ചി, അവരൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. അതാണ് ഇപ്പോൾ അമേരിക്കയുടെ അവസ്ഥ. നമുക്ക് മനസ്സിലായൊരു കാര്യമാണ്. ഓക്കെ, ഇതാണ് കാര്യം. അപ്പോൾ ഇന്ത്യക്ക് നേരെ തകർക്കാൻ നോക്കിയൊന്നും വേണ്ട. ഈ ഇടയ്ക്ക് പറയുന്ന പോലെ എന്തോന്നാണ്
ഈ ഇറാന് ഇപ്പം അമേരിക്ക ഇന്ത്യക്ക് നേരെ ടാക്സ് കൂട്ടിയ സമയത്ത് ഒന്നും ചെയ്തില്ല. സ്പെയിനിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ ഒരുപാട് സപ്പോർട്ട് കിട്ടി ഇന്ത്യക്ക്. അവിടെ സിറ്റിസൺസിന് അവിടെ പോയി ഒന്ന് പഠിക്കാനും അവിടെ നിന്ന് ഒരുപാട് ഇന്ത്യൻ ഇന്ത്യൻ പ്രൊഡക്റ്റ് നല്ല ഡിമാൻഡ് കൂടി അങ്ങ് സ്പെയിനിലൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിന് മനസ്സിലായി ഇപ്പം നമ്മളിനി ടാക്സ് കൂട്ടിയിട്ടും കാര്യമൊന്നുമില്ല, ഇവന്മാർക്ക് വെറും മൈര് മാത്രമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യ ഇനി ടാക്സ് കൂട്ടി പേടിപ്പിക്കുക എന്നുള്ള പരിപാടിയൊന്നും വേണ്ട. അത് നടക്കുന്ന പരിപാടിയൊന്നുമല്ല. മനസ്സിലായില്ല? ഇപ്പോൾ അതാ ചൈന ഇന്ത്യയും കൂടെ പുതിയ ഒരു കരാറ്, മനസ്സിലായില്ലേ, ഒരു പുതിയ കരാറ് ഒപ്പിടാൻ വേണ്ടി അതിനുള്ള ഡിസ്കഷൻ നിൽക്കുകയാണ് ഇന്ത്യയും ചൈനയും കൂടെ ഈ ഇടയ്ക്ക്. മനസ്സിലായി? വ്യാപാര കരാറിനുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ റെഡിയായിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം ഫ്രണ്ട്ലിയാണ് ഇപ്പം തന്നെ. ഏകദേശം ഇന്ത്യയും ചൈനയും കൂടെ വ്യാപാര കരാറിന് വേണ്ടി കൈകോർത്ത് നിൽക്കുകയാണ് ഇപ്പം തന്നെ. മനസ്സിലായില്ലേ? റഷ്യ പറയുന്നുണ്ട്, റഷ്യയുടെ മൊത്തം സപ്പോർട്ട് ഇന്ത്യക്കുണ്ടെന്ന് ഇപ്പം റഷ്യ പറയുന്നുണ്ട്. പക്ഷേ ബിസിനസ്സിൻ്റെ കാര്യമായതുകൊണ്ട് മറ്റേ വില മാത്രം കുറച്ച് കൊടുക്കത്തില്ല ഓയിലിൻ്റെ കാര്യത്തിൽ. പക്ഷേ ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടും ഈ പറയുന്ന റഷ്യയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപാണ് ഇവിടെ മുഞ്ചി തെറ്റി കിടക്കുന്നതെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഐ ക്യാൻസൽ ലൈക്ക് എ ഷിറ്റ് ഡൊണാൾഡ് ട്രംപ്. അതാണ് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇനി ഒന്നും തൊലിക്കുന്നില്ല. ഇനി ഇന്ത്യക്കാർ വരുന്നത് നിങ്ങൾ ന്യാസി എന്ന് പറഞ്ഞാൽ വലിയ മറ്റേ സംഭവം ഉണ്ടാക്കിയില്ല. അതിൽ കൂടുതൽ ഇന്ത്യക്കാരല്ലേ. നിങ്ങളെ രാജ്യത്തെക്കാട്ടി കൂടുതൽ എല്ലാ രാജ്യത്തെക്കാട്ടിയും കൂടുതൽ അവിടെ ഇന്ത്യക്കാരല്ലേ ഉള്ളത്. വലിയ ശാസ്ത്രം തൊലിക്കുന്നവന്മാരെ ഇവിടെ ന്യാസയിലൊക്കെ ഒരുപാടുള്ള ഇന്ത്യക്കാരൊക്കെയാണ് അവിടെ ഒരുപാട് കയറിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? ചുമ്മാ നിങ്ങൾ ഇന്ത്യക്കാരെ വേണം, പക്ഷേ ഇന്ത്യക്കാരത്തെ റേസിസം. ചൈനക്കാരെ വേണം, ചൈനക്കാരത്തെ റേസിസം. എന്നാൽ യുവന്മാർ വലിയ ഗുണവും ചെയ്യുന്നുണ്ട്. യുവന്മാർക്ക് എല്ലാം പിടിച്ചു പറ്റി ഭീഷണിപ്പെടുത്താൻ, അല്ലാതെ ഇവരൊക്കെ എന്താണ്